ന്യൂനപക്ഷങ്ങളെ ദ്രോഹിക്കാൻ ലക്ഷ്യമിട്ടുള്ള കേന്ദ്രത്തിന്റെ FCRA നിയമഭേദഗതി പിൻവലിക്കണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. FCRA പരിധിയിൽ നിന്നും RSSനെ ഒഴിവാക്കിയത് കോൺഗ്രസ് ആണെന്നും മുഖ്യമന്ത്രി. പേരാവൂർ മണ്ഡലത്തിലെ ചാവശ്ശേരിയിൽ KK ശൈലജ ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. FCRA നിയമത്തിന് പിന്നിൽ ദുരുദ്ദേശമാണ്. RSSനും BJPക്കും ഇഷ്ടമില്ലാത്ത വിഭാഗങ്ങളെ ഉപദ്രവിക്കാനും സ്ഥാപനങ്ങൾ കൈയടക്കാനുമാണ് നീക്കം. നിരാലംബർക്ക് താങ്ങും തണലുമായ നിരവധി സ്ഥാപനങ്ങളുണ്ട്. അവരൊന്നും സർക്കാർ സഹായം കൊണ്ടല്ല പ്രവർത്തിക്കുന്നത്. അവർക്ക് കിട്ടുന്ന ഫണ്ട് പോലും ഇല്ലാതാക്കാനാണ് ശ്രമം. ഈ നിയമം പിൻവലിക്കണം. കോൺഗ്രസാണ് ആദ്യം നിയമം കൊണ്ടുവന്നത്. അന്ന് FCRA നിയമത്തിന്റെ പരിധിയിൽ നിന്ന് കോൺഗ്രസ് RSSനെ ഒഴിവാക്കിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. FCRA എത്ര ധൃതിപ്പെട്ടാണ്? എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം? തീർത്തും ദുരുദ്ദേശം. തങ്ങൾ ആഭ്യന്തര ശത്രുക്കളായി കാണുന്ന മറ്റൊരു വിഭാഗം, ആ വിഭാഗത്തെ കയ്യോടെ പിടികൂടുക, സ്ഥാപനങ്ങൾ കൈയടക്കുക. നമ്മളൊരു ജനാധിപത്യ വ്യവസ്ഥയുടെ രാഷ്ട്രമല്ലേ, അതിനുതകുന്ന സമീപനമല്ലേ എടുക്കേണ്ടത്? അതാണോ ഇവിടെ നടക്കുന്നത്? ക്രൈസ്തവ സമൂഹ മേധാവികൾ ഒന്നടങ്കം അതിനെ ചോദ്യം ചെയ്തില്ലേ? തങ്ങൾ ആ നടപടി സ്വീകരിക്കില്ല എന്ന് പറഞ്ഞോ? ഇപ്പോഴും ആ നടപടിയിൽ തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് നിൽക്കുന്നത്. ശക്തമായ നിലപാടാണ് ഞങ്ങൾക്കതിലുള്ളത്. ഇത് പിൻവലിക്കണം. ഇതുമായി ബന്ധപ്പെട്ടൊരു നടപടിയും സ്വീകരിക്കാൻ പാടില്ല. ഇവിടെയും കാണേണ്ട കാര്യം, ഇതിൻ്റെ തുടക്കത്തിൽ ഒരു പങ്ക് കോൺഗ്രസ്സിന് കാണാൻ കഴിയും. കോൺഗ്രസ്സാണ് ഈ പറയുന്ന ആദ്യ നിയമം കൊണ്ടുവരുന്നത്. അന്നവരൊരു കാര്യം ചെയ്തു, മറ്റെല്ലാവരെയും അതിൻ്റെ പരിധിയിൽപ്പെടുത്തി, RSSനെ പരിധിയിൽപ്പെടുത്തിയില്ല. പൗരത്വ നിയമത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചത് ഇടതുപക്ഷമാണ്. നടപ്പാക്കില്ലെന്ന് പറഞ്ഞ ഏക സംസ്ഥാനവും കേരളമാണ്. മലയാളികളുടെ പൗരത്വം സംരക്ഷിക്കാനായി നേറ്റിവിറ്റി കാർഡ് സംസ്ഥാനം നൽകുമെന്ന് പറഞ്ഞപ്പോൾ നല്ലത് എന്ന് പറയാനെങ്കിലും കോൺഗ്രസോ ലീഗോ തയ്യാറായോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. കേരളത്തിൻ്റെ മണ്ണിൽ കേരളത്തിൻ്റെ സന്തതി നീ ആരാ എന്നൊരാൾ വന്ന് ചോദിച്ചാൽ ഞാൻ കേരളത്തിൻ്റെ സന്തതി എന്നെടുത്ത് കാണിക്കാൻ നേറ്റിവിറ്റി കാർഡ് കയ്യിലുണ്ടാകും. ആർക്കും ചോദ്യം ചെയ്യാനാവില്ല. ആർക്കും നിനക്ക് അവകാശപ്പെട്ട നാടല്ല, മണ്ണല്ല ഇത് എന്ന് പറയാനാവില്ല. ഈ കാര്യം നന്നായി എന്നെങ്കിലും പറയാൻ കോൺഗ്രസ് തയ്യാറായോ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഉണ്ടല്ലോ, ഇത്തരമൊരു നടപടി സ്വാഗതാർഹമായി എന്ന് പറയാൻ തയ്യാറായോ? എന്താണ് ഇവർക്കൊക്കെ BJPയുടെ മുഖത്ത് നോക്കി പറയാനൊരു വിഷമം? LDF സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർ, V ശിവദാസൻ MP, കുക്കു പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു. ആയിരങ്ങളാണ് മുഖ്യമന്ത്രിയെ വരവേൽക്കാൻ ചാവശ്ശേരിയിലേക്ക് ഒഴുകിയെത്തിയത്. കൈരളി ന്യൂസ്, കണ്ണൂർ.